ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോടെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. മാഡം ഇറങ്ങുന്നില്ലേ? എനിക്ക് വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. പോയിട്ട് എന്തിനാ? അവരാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ല. പോകാതെ എങ്ങനെയാ മാഡം? അവരെല്ലാവരും ഒരേ ഒരു ആശ്രയമായിട്ട് കരുതിയിരിക്കുന്നത് മാഡത്തെയാ. ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്ന വിഷ്ണുവേട്ടനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരവും കൊണ്ട് ഞാൻ ചെല്ലുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. 1000 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സകല ശക്തിയും സംഭരിച്ച് വേണം എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ. വയ്യ. ഒരാളുടെയും ചോദ്യങ്ങൾ നേരിടാൻ എനിക്കിപ്പോ ആവില്ല. ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഒരിടത്തും എത്തിയില്ലല്ലോ മാഡം. നമുക്ക് കുറച്ച് വിപുലമായ അന്വേഷണത്തിന് ശ്രമിച്ചാലോ? മറ്റേതെങ്കിലും ഏജൻസി, ഈ ക്രൈം ബ്രാഞ്ചിലോ മറ്റോ? ഞാനും അത് ഓർക്കാതിരുന്നില്ല. പക്ഷെ അതിനെല്ലാം വ്യക്തമായ കാരണങ്ങൾ വേണം. ലോക്കൽ പോലീസിന് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള നിഗൂഢതകൾ എന്തെങ്കിലും ഈ കേസിലുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതിപ്പോ അങ്ങനെയൊന്നും നമുക്കിതിൽ പറയാൻ പറ്റില്ലല്ലോ. മാഡം വിഷമിക്കണ്ട. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം വിഷ്ണു സാറ് കയറി വരും. അന്ന് മാഡത്തിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം വിഷ്ണുവേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അധിക നാളൊന്നും എന്നെ പിരിഞ്ഞിരിക്കാനാവില്ല. അത് ഞാൻ എന്റെ വിഷ്ണുവേട്ടന് കൊടുത്ത, വിഷ്ണുവേട്ടൻ എനിക്ക് തിരിച്ചു തന്ന സ്നേഹത്തിന്റെ ആത്മാർത്ഥതയിൽ നിന്നുണ്ടായ ഉറപ്പ്. അത് തെറ്റില്ല. ആ ഒരു ഉറപ്പ് മാത്രമേ ഇപ്പൊ എന്നിൽ അവശേഷിക്കുന്നുള്ളൂ. റസാഖ് പറഞ്ഞോ. മാഡം, സൈബർ സെല്ലിൽ നിന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. വിഷ്ണുവിന്റെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ്. സ്ത്രീയുടെ ഫോണിൽ നിന്നോ? അതെ മാഡം, ആ ഫോണിലേക്ക് ധാരാളം കോൾസ് പോയിട്ടുണ്ട്. വിഷ്ണു സാറിനെ കാണാതായതിനു ശേഷവും ഈ ഫോണിൽ നിന്നും അതിലേക്ക് കോളുകൾ വന്നിട്ടുണ്ട്. അത് ഏതാ സ്ത്രീ? രേഷ്മ. എന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടായിരുന്നു. അതെ മാഡം, ഈ സ്ത്രീയുടെ കോൾ ഡീറ്റെയിൽസ് ഞങ്ങൾ പരിശോധിച്ചു. ലൊക്കേഷൻ ഔട്ട് ഓഫ് കേരളയാണ്. പല ടവർ ലൊക്കേഷൻസ് കാണിക്കുന്നതിൽ നിന്നും എന്തൊക്കെയോ ദുരൂഹതകളും മണക്കുന്നുണ്ട്. അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഉടനെ കളക്ട് ചെയ്ത് അയക്കാം മാഡം. രേഷ്മ, അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ?